എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചിരിയുമായി ഇറങ്ങി വരുന്നവനെ കണ്ടപ്പോൾ ലക്ഷ്മമ്മയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കാഴ്ച. ചിരിക്കുമ്പോൾ കാണുന്ന അവൻ്റെ നുണക്കുഴി കവിൾ, കണ്ണുകളിൽ അലതള്ളുന്ന സന്തോഷം, എല്ലാം നാളുകൾക്ക് ശേഷമുള്ള ഒരു കാഴ്ചയായിരുന്നു. അതെല്ലാവരുടെയും മനസ്സിൽ ഒരു നിമിഷം വേറൊരു മുഖം കൂടി തെളിഞ്ഞു. ജാനകിയുടെ. അല്ല, എന്നെ ഇങ്ങനെ നോക്കി നിൽക്കാനാണ് പ്ലാനെങ്കിൽ ഒന്ന് വേഗം പറയണം. എനിക്ക് ജാനിയെ കൂട്ടിക്കൊണ്ട് വരാനുള്ളതാണ്. അവളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ വന്ന് ഞാൻ ഇങ്ങനെ ഒരു ശില പോലെ നിന്ന് തരാം. എത്ര വേണേലും നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി കുഞ്ഞിയുടെ കയ്യും പിടിച്ച് മുന്നോട്ട് നടന്നു. എൻ്റെ മഹാദേവ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? എൻ്റെ മോന് തമാശയൊക്കെ പറഞ്ഞു തുടങ്ങിയോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവൻ്റെ പുറകെ നടന്നു. പിന്നെ ഞാൻ മാത്രം എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ എന്നോർത്ത് ജിത്തുവും ഓടിച്ചെന്ന് വണ്ടിയിൽ കയറി. ഹരിയാണ് ഡ്രൈവിംഗ് സീറ്റിൽ, കോ ഡ്രൈവർ സീറ്റിൽ തന്നെ അച്ഛനുമുണ്ട്. പുറകത്ത് സീറ്റിലാണെങ്കിൽ അമ്മയും കുഞ്ഞിയും ജിത്തുവുമാണ് ഇരിക്കുന്നത്. കുഞ്ഞി, നീ ജാനിയെ വിളിച്ച് കറക്റ്റ് ലൊക്കേഷൻ അയക്കാൻ പറ എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു അവളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. കിട്ടേണ്ട താമസം പെണ്ണ് വേഗം തന്നെ ജാനിയെ വിളിച്ചു. ജാനി വാട്സപ്പിൽ ലൊക്കേഷനും ഷെയർ ചെയ്ത് കൊടുത്തു. ലൊക്കേഷൻ മാപ്പ് അനുസരിച്ച് ഗൂഗിൾ അമ്മച്ചിയുടെ പ്രകാരമാണ് ഹരിയുടെ വണ്ടി ഇപ്പോൾ ചലിക്കുന്നത്. അവരെത്താറായി എന്നറിഞ്ഞപ്പോൾ മുതൽ ജാനിയുടെ കയ്യും ഓടുന്നില്ല, കാലും ഓടുന്നില്ല. ആകെ ഒരു വെപ്രാളം. ഫ്രഷ് ആയതുകൊണ്ട് തന്നെ ഡ്രസ്സ് മാറിയാൽ മതി. പിന്നെ എടുത്തു വെച്ച സാരി വേണ്ടെന്ന് വെച്ചിട്ട് പെട്ടെന്ന് കണ്ട ഒരു ചുരിദാർ എടുത്ത് വെറുതെ എന്തിനാ വീട്ടുകാർക്കൊരു സംശയത്തിനിടയുണ്ടാക്കുന്നത്? തൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിൻ്റെ ബാഗിലേക്ക് സർട്ടിഫിക്കറ്റ് അടങ്ങിയ ഫയലും അത്യാവശ്യം വേണ്ട ഡ്രസ്സും കുത്തിക്കയറ്റി. പിന്നെ ഒന്നുകൂടി ആധാർ കാർഡ്, ATM കാർഡ് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. തൻ്റെ ആഭരണങ്ങൾ അടങ്ങിയ പെട്ടിയും ഇതിനോടൊപ്പം തന്നെ വെച്ചു. അതാർക്കും ഇഷ്ടദാനം കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതിൻ്റെയെല്ലാം ഒരു ഓഹരി താൻ എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട് നേരത്തെ തന്നെ. പിന്നെ ഒന്ന് പുറത്തേക്കിറങ്ങും, വീണ്ടും വന്ന് ഫോണിൽ നോക്കും, പിന്നെ സമയം നോക്കും, വീണ്ടും ഫോണിൽ നോക്കും. ഇത് തന്നെ കലാപരിപാടി. എൻ്റെ മഹാദേവ, ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറയുന്ന ഇത്ര റിസ്ക് ഉള്ള ഏർപ്പാടാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല, അതിന് ഞാൻ ഒളിച്ചോടും അല്ലല്ലോ, എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരികയല്ലേ. എന്താണെങ്കിലും കുന്നം ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. +2ൻ്റെ പരീക്ഷ എഴുതിയപ്പോൾ പോലും ഇത്രയ്ക്ക് ടെൻഷനൊന്നും ഇല്ലായിരുന്നു എന്നാ തോന്നുന്നേ എന്നൊക്കെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് തൻ്റെ മുന്നിലേക്ക് ഇറങ്ങി വരുന്ന കുഞ്ഞിയെ കാണുന്നത്. അതോടെ ഉണ്ടായിരുന്ന ജീവനോ എങ്ങോട്ട് പോയി? ചിരിക്കണോ കരയണോ എന്ന് പോലും അറിയാൻ മേലാതെ അവിടെ നിന്നു. കുഞ്ഞിയുടെ പുറകെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. ലക്ഷ്മിയമ്മയും കുഞ്ഞിയും അവളുടെ കയ്യിൽ പിടിക്കുമ്പോഴും കൈ നല്ല ഐസ് കട്ട പോലെ ആയിട്ടുണ്ട്. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലേ മോളെ? രണ്ടുപേരും അകത്തുണ്ട് അച്ഛാ, ഊണ് കഴിഞ്ഞിട്ട് ഉറക്കാണ്. അത് കുഴപ്പമില്ല, ആ ഉറക്കമൊക്കെ ഇതോടെ തീർന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് ജാനിയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഹരി മുന്നോട്ട് നടന്നു. അവരോടൊപ്പം തന്നെ പിടയ്ക്കുന്ന കാലുകളുമായി ജാനിയും തൻ്റെ സ്വന്തം വീട്ടിലേക്ക് കയറി. ആരുടെയൊക്കെയോ പരിചയമില്ലാത്ത സൗണ്ട് കേട്ടപ്പോൾ തന്നെ ഇച്ചു അവൻ്റെ ജോലി തുടങ്ങിക്കഴിഞ്ഞു. പതിവില്ലാതെ അവൻ്റെ ബഹളവും ആരുടെയൊക്കെ ശബ്ദവും കേട്ട് അച്ഛനും അമ്മയും ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി വന്നു. അച്ഛനും അമ്മയും നോക്കുമ്പോൾ പരിചയമില്ലാത്ത 3-4 പേര് തൻ്റെ മുറ്റത്ത് നിൽക്കുന്നു. അവരുടെ ഒപ്പം വേർത്ത് കുളിച്ചു നിൽക്കുന്ന ജാനിയുമുണ്ട്. അപ്പോൾ തന്നെ അമ്മയ്ക്കും അച്ഛനും എന്തോ ഒരു പന്തികേട് മണത്ത്. അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടത്തോടെയൊന്നുമല്ല അങ്ങോട്ടിറങ്ങിയത്. അല്ല, ആരാ മനസ്സിലായില്ലല്ലോ, ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ജാനിയുടെ അച്ഛൻ എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ ഹരി. ഇവിടെ അച്ഛനും അമ്മയ്ക്കും എന്നെ പരിചയം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എൻ്റെ അനുജത്തിയെ അറിയാം. ഇതാണ് കുഞ്ഞി, ജാനി എപ്പോഴും ഫോണിലൂടെ സംസാരിക്കാറുള്ള. അത്രയും പറഞ്ഞപ്പോൾ തന്നെ ജാനിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുഖമൊക്കെ ഒന്ന് തെളിഞ്ഞു. മോളുടെ കാര്യം എപ്പോഴും ഇവിടെ പറയാറുണ്ട്. കഥയൊക്കെ എഴുതുന്ന കുട്ടിയല്ലേ, കയറി വാ, ഇരിക്കെല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും ഹാളിലേക്ക് കയറി. എല്ലാവരും ഒരു ചിരിയോടെ തന്നെ ഹാളിലേക്ക് കയറി. ഇപ്പോഴും ജാനകിയുടെ ഉള്ളിൽ മാത്രം ചിങ്കാരിമേളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കയറിയിരുന്ന് കുഞ്ഞിയോട് അച്ഛനും അമ്മയും വിശേഷങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങി. കുഞ്ഞി, നമ്മൾ വന്ന കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഇനി അതിലേക്ക് കടക്കാം. കുറച്ചു നേരം നീ ജാനിയോടൊപ്പം അവിടെ മാറി നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു തന്നെ സംസാരത്തിന് തുടക്കം കുറിച്ചു. അച്ഛനും അമ്മയും എന്താണെന്നുള്ള ഭാവത്തിൽ എല്ലാവരെയും ഒന്ന് നോക്കി. കണ്ണുകൾ അവസാനം ചെന്നെത്തിയത് ജാനിയിലാണ്. അവരുടെ നോട്ടം തനിക്ക് താങ്ങാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട്
അവൾ മുഖം കുനിച്ചു പിടിച്ചു. ഞാൻ ഇന്ദ്രജിത്ത്, ഈ നിൽക്കുന്ന കുഞ്ഞിയുടെ ഭർത്താവാണ്. ഇത് കുഞ്ഞിയുടെ ആങ്ങള ഹരി. ഇത് അച്ഛനും അമ്മയും. ഞങ്ങളിപ്പോൾ വന്നത് ജാനിയെ പെണ്ണ് ചോദിക്കാനാണ്, ഞങ്ങളുടെ ഹരിക്കു വേണ്ടി. അത്രയും ജിത്തു പറഞ്ഞപ്പോൾ തന്നെ ചിരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖമൊക്കെ അങ്ങ് കറക്കാൻ തുടങ്ങി. അതെല്ലാവരും കാണുകയും ചെയ്യും. ആർക്കും ഒന്നും തോന്നരുത്, ഞങ്ങളോട് വിരോധമൊന്നും തോന്നല്ലേ കേട്ടോ. ജാനകിയുടെ കല്യാണം ഒന്നും നടന്നതാണ്. ഡിവോഴ്സായി വീട്ടിൽ നിൽക്കുന്നു. അവളുടെ സ്വഭാവം തന്നെയാ എല്ലാത്തിനും പിന്നിൽ. അതുകൊണ്ട് തന്നെ അവളെ മറ്റൊരു കല്യാണത്തിലേക്ക് വിടാൻ ഞങ്ങൾക്കിനി താല്പര്യമില്ല. അതുതന്നെയല്ല, അവൾക്കും ഇനി കല്യാണം വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയെ ഒന്നുകൂടെ നോക്കി അമ്മ. അതൊക്കെ അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായമല്ലേ. നിങ്ങൾക്ക് ജാനിയെ വീണ്ടും കല്യാണം കഴിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. എന്നാൽ അവളുടെ മനസ്സെന്താണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അല്ലേ? ഹരി ഒരു പ്രത്യേക ഭാവത്തിലായിരുന്നു അത് ചോദിച്ചത്. എൻ്റെ മോളുടെ മനസ്സ് എനിക്കല്ലാതെ പിന്നെ വേറെ ആർക്കാ അറിയാൻ കഴിയുന്നത്? അതുതന്നെയല്ല, അവളെ ജനിപ്പിക്കാൻ അറിയാമെങ്കിൽ അവളുടെ ബാക്കി കാര്യങ്ങൾ നോക്കാനും ഞങ്ങൾക്കറിയാം. അവളുടെ നല്ലതിനു വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാറുള്ളൂ. ജാനിയുടെ അച്ഛനും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ പറഞ്ഞു. അവളുടെ ഏത് നല്ലതാണ് ഒന്നൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? ജാനിയുടെ അച്ഛൻ തന്നെ പറയണം. നിങ്ങൾക്ക് വേണ്ടത് വെറും പണമാ, വെറും പണം. അവൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ അറവുമാടിനെ പോലെ പണിയെടുത്ത് തന്നോളും. അല്ലാതെ വേറെന്താ നിങ്ങൾക്ക് അവളെ വേണ്ടത്? അവൾക്കൊരു ജീവിതമുണ്ട്, അവൾക്ക് സന്തോഷങ്ങൾ വേണം. അവൾക്കൊരു കുഞ്ഞ്, ഒരു ഭർത്താവ്. ഇതെന്തെങ്കിലും നിങ്ങൾ ആലോചിക്കാറുണ്ടോ? മര്യാദയ്ക്ക് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പെണ്ണിനെ പിടിച്ച് ഒരു ഭ്രാന്തൻ്റെ കൂടെ കെട്ടിച്ചു വിട്ടു. അവളത് തുറന്നു പറഞ്ഞിട്ടും അവളെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടി പ്രഷർ ചേർത്തിരിക്കുന്നു. അവൾ ഡിവോഴ്സ് വാങ്ങിയത് എന്തുമാത്രം കഷ്ടപ്പെട്ടാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഹരിയും വിട്ടുകൊടുക്കാതെ തന്നെ ദേഷ്യത്തോടെ അങ്ങ് പറഞ്ഞു. ഇതൊക്കെ ഇത്ര കാര്യമായിട്ട് പറയാൻ നീ ആരാ? നീ അല്ല അവളുടെ കാര്യം തീരുമാനിക്കുന്നത്, ഞാനാണ്. പിന്നെ ഇത്രയും നേരം ഇവിടെ മര്യാദയ്ക്ക് സംസാരിച്ചത് ഞങ്ങളുടെ സംസ്കാരം. ഇനി കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ വന്ന കാര്യം കഴിഞ്ഞെങ്കിൽ പോവാൻ നോക്ക്. പോവാൻ തന്നെയാണ് വന്നത്, അതിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഉറപ്പിച്ചു കേട്ടോളൂ. ഇവളും കാണും എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ജാനിയെ ഒന്ന് നോക്കി. നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവൾ അവനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദയനീയതയും സന്തോഷവും നിർവകാര്യതയും എല്ലാം ഉണ്ടെന്ന് അവന് തോന്നിപ്പോയി. ഒത്തിരി അർത്ഥങ്ങൾ നിറഞ്ഞു നിന്ന ഒരു നോട്ടം. നീ വന്ന പോലെ പോവാൻ നോക്കടാ ചെക്കാ, അല്ലാതെ അവളുടെ കാര്യത്തിൽ കൂടുതൽ കടന്ന് ഇടപെടാൻ നിൽക്കണ്ട. ഇത് സ്ഥലം വേറെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒന്ന് ഹരിയെ നോക്കി. മൂപ്പില്ലാറിൻ്റെ ഈ പേടിപ്പീരെല്ലാം ഇവളോട് മതി, എന്നോട് വേണ്ട. ഇതാള് വേറെയാ. ഇതുപോലെ കുറേ എണ്ണത്തിനെ എല്ലാ ദിവസവും കാണുന്നതുമാണ്. അതുകൊണ്ട് എന്നോട് പേടിപ്പീര് കൊണ്ടൊന്നും വേണ്ട. ജാനി, നീ ബാഗ് എടുത്തോണ്ട് ഇറങ്ങാൻ നോക്ക്. ഇനി ഒരു നിമിഷം ഇവിടെ നിന്ന് ഞാൻ കൈവച്ചു പോകും നിന്റെ അപ്പനാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. അമ്മാതിരി വർത്തമാനല്ലേ നിന്റെ അപ്പൻ്റെ വായിൽ നിന്നും വരുന്നത്. ശാന്തനായിരുന്ന ഹരിയിൽ നിന്നും സംഹാരരൂപനായും പരമേശ്വരനിലേക്കായിരുന്നു അവൻ്റെ ഒരു നിമിഷം കൊണ്ടുള്ള പരകായ പ്രവേശം എന്നുപോലും അവൾ ചിന്തിച്ചുപോയി. അവൾക്കുള്ളിൽ പേടി നിറഞ്ഞു. അവൾ കുഞ്ഞിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് തന്നെ മുറിക്കകത്തേക്ക് കയറി. മുൻപേ തയ്യാറാക്കി വെച്ചിരുന്ന ബാഗ് എടുത്ത് തോളിലേക്കിട്ട് പുറത്തേക്കിറങ്ങി. ജാനകി, ഇങ്ങനെ പലരും പലതും പറയും, മര്യാദയ്ക്ക് കയറിപ്പോവാൻ നോക്കടി, എൻ്റെ കൈക്ക് പണിയുണ്ടാക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അവളുടെ മുന്നിലേക്ക് വന്നു. അത്രയ്ക്ക് ധൈര്യവും ചോരത്തിളപ്പുമൊന്നും എൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ട. എൻ്റെ മുന്നിൽ വെച്ച് എൻ്റെ പെണ്ണിനെ കൈവെക്കാനൊന്നും ആർക്കും ധൈര്യം വേണ്ട. ഈ ഹരി അതിന് സമ്മതിച്ചു തരത്തുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വലിക്ക് ജാനിയെ അവൻ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു. അങ്ങനെ നീണ്ടുനിന്ന വാഗ്വാദങ്ങൾക്ക് അവസാനം അച്ഛനെയും അമ്മയുടെയും കുറേ ചീത്തവിളികളും പ്രാക്കിനും അവസാനം ജാനകി എന്നേക്കുമായി ആ വീട് വിട്ട് ഇറങ്ങി. ഹരിയുടെ മാത്രം ഭാര്യയായി. അവളിൽ ജീവിതത്തിൽ ആദ്യമായി തനിക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷമായിരുന്നു. കുപ്പിയിൽ നിന്നും അഴിച്ചുവിട്ട ഒരു പറവയുടെ സന്തോഷം എത്ര വലുതാണെന്ന് ആ നിമിഷം അവളും ആസ്വദിച്ചു. അവളുടെ മുഖത്ത് സന്തോഷം കണ്ടപ്പോൾ ആ കാറിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി സന്തോഷമായി. അവരുടെ കാർ കോട്ടയം ടൗണിൽ എത്തിയപ്പോഴാണ് കുഞ്ഞിയുടെ അടുത്ത സംശയം. അല്ല, ചേച്ചിയെ കല്യാണം കഴിക്കാതെ എങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടു പോകുന്നത്? അപ്പോൾ കല്യാണം എപ്പോഴാ? ഈ കുഞ്ഞിത്തലയിൽ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ എന്നാണ് എല്ലാവരും ചിന്തിച്ചത്.
എന്നിട്ട് അവളുടെ മുഖത്തേക്ക് അതും ശരിയാണല്ലോ എന്ന മട്ടിലൊന്ന് നോക്കി. ഹരി മാത്രം ഒരു ചിരിയോടെ അവളോട് പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്റെ ചേച്ചിയെ ഇന്ന് വൈകിട്ട് നിന്റെ കൂടെ തന്നെ കിടത്തിക്കോ. ഞാനെടുത്ത് എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ട് പോവില്ല. അതുമാത്രം ഞാനിപ്പോൾ ഉറപ്പ് തരാം. കല്യാണം അത് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ചാൽ പോരെ? പോടാ ഹരിയേട്ടാ, അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. കല്യാണമാണെങ്കിൽ സാരിയൊക്കെ എടുക്കണ്ടേ? നിന്റെ കല്യാണത്തിന് വേണം എനിക്കൊന്ന് തിളങ്ങാൻ. എൻ്റെ പൊന്നു കുഞ്ഞേ, ഇത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആദ്യത്തെ കല്യാണമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിടാനാണ്. അതിനെന്തിനാടീ അധികം പ്രഹസനമൊക്കെ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഹരിയേട്ടാ. എന്നെ സംബന്ധിച്ച് ഇത് വലിയ സംഭവമാണ്. അതുകൊണ്ട് തന്നെ നല്ല സാരി എടുക്കണം, എനിക്കും വേണം എന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞി വാശി പിടിച്ചു. ഹരി, എന്നാൽ ഒരു കാര്യം ചെയ്യാം. നമ്മളിപ്പോൾ കോട്ടയത്ത് എത്തിയില്ലേ, ഇവിടെ തന്നെ ഏതെങ്കിലും കടയിൽ കയറാം എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മയുടെ ഒരു ഓർഡറും വന്നു. അതോടെ കുഞ്ഞിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. ജാനി ഇടയ്ക്ക് കണ്ണാടിയിലൂടെ ഹരിയെ ഒന്ന് നോക്കി. അവൻ അവൾക്ക് നേരെ കണ്ണുകൾ ചിമ്മി കാണിച്ചുകൊണ്ട് എല്ലാം ശരിയാകും എന്ന് മാത്രം ഉറപ്പു നൽകി. അങ്ങനെ അവർ നേരെ പോയത് കോട്ടയത്തുള്ള നർമ്മദ ടെക്സ്റ്റൈൽസിലേക്കാണ്. കല്യാണ സാരികൾക്കും ചുരിദാർ മെറ്റീരിയൽസിനും ഏറ്റവും നല്ല കളക്ഷൻസ് കോട്ടയത്ത് കിട്ടുന്ന കടയാണ് നർമ്മദ. കാറ് പാർക്ക് ചെയ്ത് എല്ലാവരും കൂടി നേരെ പോയത് സാരി സെക്ഷനിലേക്കാണ്. ഹരി എല്ലാത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു മാറി ഒരു കസേരയിലേക്കിരുന്നു. ഡ്യൂട്ടി മുഴുവൻ കുഞ്ഞിക്കും ലക്ഷ്മിയമ്മയ്ക്കും കൊടുത്തു. ജിത്തു ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ചതുകൊണ്ട് ഫോണിൽ കുത്താൻ തുടങ്ങി. അച്ഛനാണെങ്കിൽ തൻ്റെ ഭാര്യയെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ കസേരയിലിരുന്ന് ആ കടയിലെ സാരികൾ മൊത്തം ഗവേഷണം തുടങ്ങി. ജാനിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഞ്ഞിയുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. കുഞ്ഞിയാണെങ്കിൽ അവിടെ കാണുന്ന സാരികളെല്ലാം വാരിയിടിക്കുന്നുണ്ട്. അവൾക്കൊന്ന് ഇഷ്ടപ്പെടുമ്പോൾ അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഇനി അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമ്പോൾ അത് കുഞ്ഞിക്ക് ഇഷ്ടപ്പെടില്ല. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ട് വന്നാലോ അത് ജാനിക്കൊട്ട് ചേരത്തുമില്ല. ഈ കലാപരിപാടികൾ തന്നെ 2 മണിക്കൂർ നീണ്ടു നിന്നു. അവസാനം രണ്ടുപേരും കൂടെ ചിന്തിച്ച് റാണി പിങ്ക് കളറിലെ ഒരു കല്യാണ സാരി തന്നെ ജാനിക്ക് വേണ്ടി സെലക്ട് ചെയ്തു. അധികം വർക്കുകളില്ലാത്ത, അധികം ഭാരം തോന്നാത്ത ഒരു സാരി. സെയിൽസ് ഗേള് അത് ജാനിയെ ഉടുപ്പിച്ച് കാണിച്ചപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ജാനിയുടെ കളറിനും അവളുടെ സൈസിനും ആ സാരി നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. അതുകൂടാതെ ജാനിക്ക് 2-3 സാരിയും കൂടി കുഞ്ഞു തന്നെ സെലക്ട് ചെയ്തു. ജാനിയുടെ അതേ കളറിലുള്ള ഒരു സാരിയാണ് കുഞ്ഞിക്കും കല്യാണത്തിൻ്റെ അന്ന് ഉടുക്കാൻ എടുത്തത്. അമ്മയ്ക്കും നല്ലൊരു സാരി തന്നെ അവരെടുത്തു. നീലിമയ്ക്കും ഒരു സാരി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ജെൻസ് സെക്ഷനിലേക്കാണ് പോയത്. ജാനിയുടെ സാരിക്ക് മാച്ചിങ് തോന്നുന്ന കളർ കുർത്തയും കസവിൻ്റെ മുണ്ടുമാണ് ഹരി സെലക്ട് ചെയ്തത്. ജിത്തുവിനും വരുണിനും അതേപോലെ തന്നെ. അച്ഛൻ പിന്നെ സാധാരണ ഒരു ഷർട്ടും മുണ്ടുമാണ് സെലക്ട് ചെയ്തത്. കുട്ടികളുടെ സെക്ഷനിൽ പോയി 2 പേർക്കും ഒരേപോലത്തെ ലെഹങ്കയും എടുത്തു. പിന്നീട് ജാനിക്ക് വീട്ടിലിടാനും നാട്ടിലിടാനുമായി കുറച്ച് ചുരിദാറുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് 5 മണിയോടെ ഷോപ്പിംഗ് അവസാനിപ്പിച്ചു. ഇതിനിടെ തിങ്കളാഴ്ച തന്നെ രജിസ്റ്റർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുൺ ശരിയാക്കിയിരുന്നു. അവൻ അതിൻ്റെ പുറകെയുള്ള ഒരു ഓട്ടത്തിലായിരുന്നു. ജാനകിയുടെയും ഹരിയുടെയും താലി എന്ന കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്